ചുറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല മയമുള്ള പൊറോട്ട ഇട്ടിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പം അതിന് കൂട്ടത്തിൽ ഒരു ചെറിയൊരു തക്കാളി കൊണ്ടും മുട്ട കൊണ്ടും ഉണ്ടാക്കുന്ന ചെറിയൊരു കറി. അപ്പോൾ ആനന്ദമാണ് ഇന്ന് പൊറോട്ട അടിക്കുന്നത്. അവന് പൊറോട്ട അടിക്കാൻ അറിയാം. അവൻ്റെ അച്ഛന് തട്ടുകടയും ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടുന്ന് പഠിച്ചാണ്. അപ്പോൾ അവനാണ് ഇന്ന് പൊറോട്ട അടിക്കുന്നത്. അപ്പോൾ നോക്കാം, ആനന്ദൻ്റെ പൊറോട്ട കണ്ട് നോക്കാം. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. പല രീതിയിലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവണം എല്ലാവരും. നമ്മൾ പൊറോട്ട അടിക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കുവാണ്. നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ ആനന്ദ് കഴുകുന്നുണ്ട്. അപ്പോൾ പൊറോട്ട അടിക്കാൻ വേണ്ടി ഇത്ര സാധനമാണ് വേണ്ടത്. അത് പാം ഓയിൽ വേണം. ഇടത്ത് മൈദ 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇത് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പ്, ഇത് സോഡാപ്പൊടി, ഇത് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു മുട്ട. ഇത്ര സാധനമാണ് പൊറോട്ട മാവ് കുഴയ്ക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് ആ മൈദ ആദ്യം അങ്ങോട്ട് ടൈലിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ബാലൻസ് നോക്കാം. ഈ കുറച്ച് മാറ്റി വെച്ചേക്കുന്നത് എന്താ വെച്ചാൽ ഈ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയാലോ കുറഞ്ഞ പോലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് മാറ്റി വെച്ചേക്കുന്നത്. എന്നിട്ട് അതിന് നടുക്കായിട്ടൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കാം. കുഴിക്കകത്തോട്ട് ഇത്തിരി ഉപ്പ്, പഞ്ചസാര, ഒരു അല്പം സോഡാപ്പൊടി, ഇനിയിപ്പോൾ ഒരു മുട്ട പൊട്ടിക്കാം. ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലത്തെ പൊട്ടാതെ ഈ സോഡാപ്പൊടി, ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചു. അപ്പോൾ ഇനി പ്രത്യേകം കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം ഏകദേശം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ച് എടുത്തു കഴിഞ്ഞാലേ ആ പൊറോട്ടയ്ക്ക് നല്ല മയമൊക്കെ ഉണ്ടായി നല്ല സെറ്റാക്കി എടുത്തുള്ളൂ. അപ്പം നമ്മുടെ മിക്സിങ്ങിലാണ് നമ്മളെല്ലാം സംഭവം ഇരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം. സെറ്റായിട്ടുണ്ട്. നല്ല മാവൊക്കെ നല്ല മിക്സായി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി വെക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിലോട്ട് ആക്കി വെക്കാം. ഇനി കുറച്ച് പാം ഓയിലിട്ട് അതിൻ്റെ ഒരു പുറത്തോട്ടൊന്ന് ചുട്ടും. ഇങ്ങനൊരു കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ട് രണ്ടായിട്ട് മടക്കി നമുക്ക് അങ്ങോട്ട് ഇട്ടാം. ഇങ്ങനൊരു 1.5 മണിക്കൂർ ഇരിക്കും. ഈ തോർത്തെന്നുകൊണ്ട് നനഞ്ഞ തുണി ഇടുന്നതുകൊണ്ട് ഇത് ഡ്രൈ ആകത്തില്ല. നല്ലതായിട്ട് അതിനകത്ത്
നല്ല സെറ്റായിട്ട് വരും. അപ്പോഴത്തേന് നമുക്കൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ കൂടെ കൂട്ടാൻ വേണ്ടി ഒരു കറി ഉണ്ടാക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി. അപ്പോൾ അതിനുവേണ്ടി തക്കാളി, പച്ചമുളക്, സവോള, കൂടെ ഉപ്പും വേണം, മുട്ടയും വേണം. അപ്പോൾ നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് ഈ സവോളയും പച്ചമുളകും കൂടെ, സവോളയും പച്ചമുളകും തക്കാളിയും കൂടെ അങ്ങോട്ട് കൊടുക്കണം. ഇതൊന്ന് തിളച്ചെടുപ്പോഴത്തേന് നമുക്ക് ഇതിന് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും കുറച്ച് മസാല പൊടിയൊക്കെ ചേർക്കാം. നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇത്തിരി മല്ലിപ്പൊടി കുറച്ച് മതി, ഇത്തിരി കുരുമുളക് പൊടി, മുളക് പൊടി ചേറെ ഇടണം. ഇനി ഇത്തിരി മഞ്ഞപ്പൊടി, ഇട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പം എന്നാൽ ഇനി നമുക്ക് ഏതൊട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നാല് മുട്ടയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കാം. ഇനി ഇത് ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ശരിക്കും ഇളക്കി മുട്ടയൊക്കെ നല്ല ഉടച്ച് നല്ല സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 1.5 മണിക്കൂറായി ഏകദേശം നമ്മൾ അടിച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയായെന്ന് നോക്കാം. അപ്പോൾ നല്ല ബോൾ പിടിക്കാൻ പാകത്തിന് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾ പിടിക്കാൻ വേണ്ടി കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോരോ ബോളായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ട കിട്ടുന്നതിനാണ് നമ്മൾ ബോൾ പിടിക്കുന്നത്. ഇത് പുറത്തോടെ കുറച്ച് ഓയിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല മുട്ടയൊക്കെ നല്ല ഉടഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്, പീര പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് പൊറോട്ടയുടെ കൂട്ടി കഴിക്കുന്ന കറി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ആദ്യം ഒന്ന് വരത്തി കൊടുക്കണം. എന്നിട്ട് പതിയെ ഇങ്ങനെ വീശണം. എന്നിട്ടിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കട്ടി കൂടി സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നൈസായിട്ട് നല്ല പൊറോട്ട കിട്ടും. നമുക്കിനി പൊറോട്ട ഇട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് തീ കൊളുത്തിക്കാം. വെച്ചേക്കുന്ന ആ കമ്പ് എടുത്തിട്ട് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ചെറിയ ചൂടിൽ ചെറിയ തീയിൽ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ട് നല്ല മുരിച്ചും നല്ല സെറ്റായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇട്ട് കയ്യിലോട്ട് ഇച്ചിരി ഓയിൽ കട തൂത്തിട്ട് നല്ല സ്പ്രിങ് ലെയറായിട്ടുള്ള പൊറോട്ട കിട്ടും. പൊറോട്ട എല്ലാം ചുറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല
മധുരമുള്ള പൊറോട്ട അടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സ്റ്റെപ്പായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ഒന്നിട്ടൊന്ന് വെച്ചിട്ട് അടിൻ്റെ അടി അടിക്കുക. അപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കിയ കറി കൂടെ ഒഴിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. നല്ല പൊറോട്ട നല്ല സെറ്റായിട്ട് കിട്ടി. അതിനോട് ഈ കറിയോടെ കൂട്ടി കഴിക്കാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. വീണ്ടും വ്യത്യസ്തമായ വീഡിയോസായിട്ട് കാണാം. ബൈ.